സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപക്ഷെ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിച്ച ആ മുസ്ലിം സമുദായത്തിലെ ആണും പെണ്ണും, അതായത് മുസ്ലിം ദമ്പതികളാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. എവിടെ നോക്കിക്കഴിഞ്ഞാലും അത്തരം ആളുകളെ മാത്രമേ കാണാൻ സാധിക്കൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡാണല്ലോ. ഏതെങ്കിലും ഒരുവൻ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ട്രെൻഡ് കൊണ്ടുവരും. ആ ട്രെൻഡിനെ ഏറ്റുപിടിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ള ആളുകളും അതിന് പിന്നാലെ പോകും. അത്തരം ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് മുസ്ലിം ദമ്പതിമാരൊക്കെ. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്നത് പോലെ ഓരോ ട്രെൻഡ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോയി നാണമില്ലാതെ ലജ്ജയില്ലാതെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലേക്കാണ് ഇത്തരം ആളുകൾ കടന്നു ചെല്ലുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള സ്വകാര്യമായ കാര്യങ്ങൾ പോലും ഇത്തരത്തിൽ ഈ ട്രെൻഡിന് വേണ്ടി അത്തരം ആളുകൾ ഉപയോഗിക്കുകയാണ്. റീച്ചിനു വേണ്ടിയും കാശിനു വേണ്ടിയും എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം. തൻ്റെ സ്വന്തം ഭാര്യ ഗർഭിണിയായതിൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് മുതൽ അങ്ങോട്ട് ഓരോ മാസവും അത്തരത്തിൽ ഓരോ വീഡിയോകൾ ചെയ്ത് അവസാനം ഭാര്യ പ്രസവിക്കുന്ന ആ ഒരു നിമിഷം വരെ ഓരോ എപ്പിസോഡുകളായി ഷൂട്ട് ചെയ്ത് ഓരോ വീഡിയോസായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. നമുക്ക് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, അവസാന കാലഘട്ടത്തിൽ ലോകാവസാനം അടുക്കുന്ന സമയത്ത് മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയെടുത്ത് മാറ്റിക്കളയുമെന്നാണ്. എത്ര സത്യമായ കാര്യമാണ്. അത് തന്നെയല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ലജ്ജ എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അലങ്കാരമാണ്. അത് നഷ്ടപ്പെട്ടാൽ കുടുംബവും സമൂഹവും എല്ലാം വഴിമാറിപ്പോകും. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത കണ്ടു. ആരാണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരാണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആ പെൺകുട്ടി പ്രസവിക്കുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു സിനിമാ നടൻ്റെ മകൾ ഇതുപോലെ പ്രസവിച്ചതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്ത സമയത്ത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ തൻ്റെ പ്രസവവും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെ റീച്ചാകണമെന്നുള്ളത് കൊണ്ടാകാം, അതിലൂടെ പൈസ കിട്ടാനും ഫേമസ് കിട്ടാനും വേണ്ടിയിട്ടായിരിക്കാം ഈ പെൺകുട്ടിയും അവൾ പ്രസവിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രസവം പോലും ഗർഭം പോലും വിറ്റ് കാശാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു മുസ്ലിം ദമ്പതികളായ വ്ളോഗർമാർ ഒരു ഓൺലൈൻ ചാനൽ ചർച്ചയ്ക്കിടെ ആ ചെറുപ്പക്കാരൻ ഒരു നാണവുമില്ലാതെ ഒരു ലജ്ജയില്ലാതെ തൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയായ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വെക്കുന്നു. തൻ്റെ ആദ്യത്തെ കുട്ടിക്ക് ഒരു വയസ്സായില്ല, അതിനു മുന്നേ തൻ്റെ ഭാര്യ രണ്ടാമത് പ്രഗ്നൻ്റായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഓൺലൈൻ മീഡിയ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ സംബന്ധിച്ച് അവർക്കിതിങ്ങനെ കേട്ടു രസിക്കാം. അതിലെന്തെങ്കിലും നല്ല ഹെഡ്ലൈൻ കൊടുത്ത് തംബ്നെയിൽ കൊടുത്ത് അതിനെ ഒരു വീഡിയോ കണ്ടൻ്റാക്കി ഇറക്കാം. പക്ഷെ അത് മനസ്സിലാക്കാതെ ബോധമില്ലാതെ തൻ്റെ സ്വകാര്യമായ കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് തുറന്നു പറയുകയാണ് ഇത്തരം ആളുകൾ. നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെയധികം മനോഹരമായിക്കൊണ്ട് ഒരു ഉസ്താദ് പ്രതികരിച്ച ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോ ഒന്ന് കാണിക്കാം. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? എന്താണ് ഉസ്താദേ? കുഞ്ഞിന് 1 വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ വീണ്ടും ഗർഭിണിയായി. അതിന് ഇതിപ്പോൾ ഞങ്ങളോട് പറയണ എന്തിനാ? സംഗതി നിങ്ങൾക്കിപ്പോൾ ഒരു സംഗതി തോന്നിയില്ലേ? ഇതേ സംഗതിയാണ് എനിക്കും തോന്നിയത്. ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഉണ്ട് വാർത്ത കാണുന്നത്. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? എന്താണ്? ഭാര്യ വീണ്ടും ഗർഭിണിയായി. കുഞ്ഞിന് 1 വയസ്സാകുന്നതിന് മുമ്പ് ഭാര്യ വീണ്ടും ഗർഭിണിയായി. എന്തോ വലിയ ആനക്കാര്യം പോലെ പൊതുസമൂഹത്തിൽ വന്നിരുന്ന് പറയാണ്. സംഗതി വലിയ അച്ചീവ്മെൻ്റ് നേടിയെടുത്ത ഭർത്താവിന് നമുക്ക് എന്ത് അവാർഡ് കൊടുക്കണം? ഗജവീര പട്ടം തന്നെ കൊടുക്കണം അല്ലേ? ലോകത്തൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അത്ഭുതകരമായ ഒരു വിപ്ലവം സാധിച്ചെടുത്തതിന് ആ കെട്ടിയവന് നമുക്ക് അടിപൊളി ഗിഫ്റ്റ് അങ്ങ് കൊടുക്കണം. എന്തുവാ അടേ ഇതൊക്കെ? ഇച്ചിരൊക്കെ നാണോമാനൊക്കെ വേണ്ടേ? മോശല്ലേ? ഇസ്ലാമിക വേഷമൊക്കെ ധരിച്ച് വന്നിരുന്ന് ഇങ്ങനെ കെട്ടിയോളയും കൊണ്ടിരുത്തിയിട്ട് നാട്ടുകാരോട് എന്തൊക്കെ കഥകളാണ് പറയേണ്ടത്? ഒരു അല്പം കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സത്യം പറഞ്ഞാൽ ഉമ്മത്തിൻ്റെ പോക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കുറേ യൂട്യൂബ് ഞാൻ പറയണില്ല, കാരണം ഇതിൻ്റെ അടിയിൽ മുഴുവൻ ചീത്തവിളികളായിരിക്കും. കുറേ യൂട്യൂബ് മുതലാളിമാരുണ്ട്, അവരുടെയൊക്കെ ഭാര്യമാരെ കൊണ്ടുവന്നിങ്ങനെ ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കുക. ഇപ്പോൾ എനിക്ക് ഒരാൾ അയച്ചു തന്ന വീഡിയോ, ഉസ്താദ് ഇതിനെതിരെ റിയാക്ട് ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ എന്താണ്, സ്ത്രീകളുടെ അടിവസ്ത്രത്തിൻ്റെ പരസ്യം ചെയ്യാണ്. ആര്? ഒരു മുസ്ലിം പെൺകുട്ടി.
അവൾ നാണമൊക്കെ ഭാവിച്ച് പിന്നാലെ നിന്നിരുന്നൊരു പെൺകുട്ടിയാണ്. ഇപ്പൊ കെട്ടിയോന് മുൻപോട്ട് കൊണ്ടുവന്ന് ഈ സാധനം ധരിച്ചാൽ അടിപൊളിയായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, മറ്റതായിരിക്കും, മറിച്ചതായിരിക്കും, ഇതിനെതിരെ ഉസ്താദ് റിയാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു പോയടാ നിനക്ക്. അദ്ദേഹം ഇതിൽ പറഞ്ഞതുപോലെ അതിന് ഞങ്ങൾ എന്ത് വേണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നോക്കൊരു സ്ത്രീ ഗർഭിണിയാവുക അല്ലെങ്കിൽ പ്രസവിക്കുക എന്നുള്ളത് ഇത് ഈ ലോകത്ത് ആദ്യമായി സംഭവിക്കുന്ന ഒരു അത്ഭുത സംഭവമൊന്നുമല്ല. കാലാകാലങ്ങളായി സ്ത്രീകൾ പ്രസവിച്ചു വരുന്നുണ്ട്. ഒരു സ്ത്രീയുടെ പ്രസവത്തെ ഞാൻ നിസാരവൽക്കരിക്കുകയല്ല. നമുക്കറിയാം, ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറയുന്നത് വളരെയധികം കാഠിന്യമുള്ള വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുള്ള വേദനയിലൂടെയാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഒരുപക്ഷെ മരണത്തിൻ്റെ വേദന എന്ന് പറഞ്ഞു വയ്ക്കാം. അത്രത്തോളം വേദനയുണ്ട് ഒരു സ്ത്രീയുടെ പ്രസവ സമയത്തുള്ള വേദന. അത്തരത്തിലുള്ള മരണവേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ സഹോദരിമാരും അവരവരുടെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. അവരാരും തൻ്റെ പ്രസവങ്ങളോ അല്ലെങ്കിൽ ഗർഭിണിയായ കാര്യങ്ങളൊന്നും ഇത്തരത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് പറയുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ലജ്ജയുണ്ട്, അവർക്ക് നാണമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളില്ലാത്ത ആളുകൾ തങ്ങൾക്ക് മാത്രമാണ് ഇത് ലോകത്ത് ആദ്യമായി സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്കിത് പറയുന്ന സമയത്ത് എന്തൊരു ഫാമിലിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പോവുകയാണ്. ഒരു മുസ്ലിം ദമ്പതികളാണ്, സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെയുള്ള ദമ്പതികളാണ്. അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. തൻ്റെ ഭാര്യയുടെ പ്രഗ്നൻസി വീഡിയോ തുടക്കത്തിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഭാര്യ ഗർഭിണിയായതിൻ്റെ ആ പ്രസവിക്കുന്ന നിമിഷം വരെ ഓരോ വീഡിയോകളായി, ഓരോ എപ്പിസോഡുകളായി ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അവസാനം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവസാനം ആ കുഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ്. അവസാനം ആ ചെറുപ്പക്കാരൻ വിഷമിച്ച് കരഞ്ഞ് സങ്കടത്തോടുകൂടി സംസാരിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കാണാൻ സാധിച്ചത്. നോക്കൊരു മനുഷ്യൻ്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും എല്ലാം ഇല്ലാതാകാൻ വലിയ സമയമൊന്നും വേണ്ട, ഒരു നിമിഷം മതി. നോക്ക്, ഇസ്ലാമിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എന്ന് പറയുന്ന അത് രണ്ട് വാക്കാണെങ്കിലും അതിപ്രധാനമായ ഒരു കാര്യമാണ്. ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ഉന്നതവും ഉദാത്തവുമായ കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എന്ന മാനുഷിക ഗുണം ഇസ്ലാമിൻ്റെ സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ്. മാത്രമല്ല, ലജ്ജ എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ലജ്ജ എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്ന് നബി തങ്ങൾ പറയുന്നു. അത്തരത്തിലുള്ള ആ ഒരു ലജ്ജ തന്നിൽ നിന്നും നഷ്ടപ്പെടുന്ന സമയത്താണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി ആളുകൾ രംഗത്ത് വരുന്നത്. നമുക്ക് അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും അത് ഈ ലോകത്ത് പുലർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവസാന കാലഘട്ടമാകുമ്പോഴേക്കും, അന്ത്യനാൾ അടുക്കുമ്പോഴേക്കും മനുഷ്യനിൽ നിന്നും ഇത്തരത്തിൽ അള്ളാഹു ലജ്ജയെടുത്ത് കളയുന്ന ഒരു കാലഘട്ടമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരു പ്രവചനം അതും നമ്മുടെ കൺമുന്നിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്.